അവനൊരു മകൻ മാത്രമേ ഉള്ളൂ, ബീക്കു. അവൻ്റെ മകനിലൂടെയെങ്കിലും മട്ടുബായിയെ കണ്ടെത്താമെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. അപ്പോഴാണ് ഞാൻ അറിഞ്ഞത് മട്ടുബായി ബാങ്കോക്കിലേക്ക് വരുന്നുണ്ടെന്ന്. കാത്തിരുന്നു ഞാൻ 18 ദിവസം ഉറക്കം പോലുമില്ലാതെ. ഒരു ദിവസം എനിക്ക് ആ ചാൻസ് വീണ് കിട്ടി. മട്ടുബായിയെ ഞാൻ കണ്ടു. Something you never seen before. You've never seen. And I dare a motherfucker that come in my face. I got something wrong. I got something wrong. And I got it from home. And I got it from home. And it ain't a microphone. It ain't no mic. And I dare a motherfucker that come in my face. It's so real. How I feel. It's this society that makes a nigga wanna kill. I'm just straight ill. Riding my motorcycle down the streets. What politicians? They sounding like strippers to me. They say it, but I wanna hear it. Ooh, baby, you want me? Ooh, baby, you want me? Ooh, baby, you want me? Well, you can just... ആ ചാൻസ് അങ്ങനെ മിസ്സായിപ്പോയി. അത് കഴിഞ്ഞിട്ട് 2 മാസത്തോളമായി. അതിനുശേഷം മട്ടുബായി ബാങ്കോക്കിലേക്ക് വന്നിട്ടില്ല. അവനെപ്പോൾ വന്നാലും അത് ചാവാൻ വേണ്ടി മാത്രമാണ്. ആ അറ്റംപ്റ്റിൽ ഒരുപക്ഷെ ഞാനും മരിച്ചേക്കാം, ഇല്ലെങ്കിൽ ജയിലിലേക്ക് തന്നെ മടങ്ങിപ്പോവും. അതുകൊണ്ട് ആഗ്രഹങ്ങളൊക്കെ മറന്നേക്കാം. എന്താ റൂമി, എന്തു പറ്റി? I got scared. അയ്യേ, അത് രാവണ്യാസന്റെ മടമ്പിടിയല്ലേ. ഇറ്റ്സ് എ കൈൻഡ് ഓഫ് വാർമിംഗ് അപ്പ്. ഞാൻ ഉണ്ണിയെ കാണാൻ വന്നതായിരുന്നു.